എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു മധു. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ ബഹുമാന്യരായ എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മറ്റെല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഭാരത് സേവക് സമാജിൻ്റെ എൻ്റെ കർമ്മധീരരായ സഹപ്രവർത്തകർക്കും എൻ്റെ പ്രണാമം. അതോടൊപ്പം ഇന്ന് ആശംസ പറയാനെത്തിയ സൂര്യകവി ഡോക്ടർ ജയദേവൻ സാർ, സൂര്യനെക്കുറിച്ച് 4000-ലധികം കവിതകൾ രചിച്ച് ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് അശ്വതി തിരുനാൾ തമ്പുരാട്ടിൽ നിന്ന് രാജമുദ്ര ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ ടാലൻറ്റ് റെക്കോർഡ് ബുക്കിൻ്റെ ലോക റെക്കോർഡ് പുരസ്കാരവും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ കവിയത്രിയും അഭിനേത്രിയും മോഡലിങ്ങും നർത്തകിയും ഗായികയുമായ ശ്രീമതി ജസിന്ത മോറിസ്, നാടക സീരിയൽ നടനായ ശ്രീ ഗോപകുമാർ സാർ എന്നിവർക്കും പ്രത്യേകം പ്രണാമം അർപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമായി നിലനിൽക്കുകയും ഇന്ത്യൻ ജനതയുടെ ഭാവി സ്വപ്നങ്ങൾക്ക് പര്യായമായി വളർന്നു വരികയും ചെയ്ത ഭാരത് സേവക് സമാജ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് 74 വർഷങ്ങൾ പൂർത്തീകരിക്കുവാൻ പോവുകയാണ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1952 പാർലമെൻറ്റിൻ്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ച ദേശീയ വികസന ഏജൻസിയാണ് ഭാരത് സേവക് സമാജ്. പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസിഡന്റും പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനും പിൽക്കാലത്ത് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററുമായിരുന്ന ശ്രീ ഗുൽസാർലാൽ നന്ദ ഗുൽസാർലാൽ നന്ദ ചെയർമാനുമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ദേശവ്യാപകമായി ആരംഭിച്ചത്. അനേകായിരം പ്രവർത്തകരുടെ രാഷ്ട്ര നിർമ്മാണം ലക്ഷ്യമാക്കിയുള്ള സ്വയം സമർപ്പിത സേവനമാണ് ഭാരത് സമാജ് ഇന്ന് രാജ്യത്തുടനീളം നടത്തിവരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കം നിൽക്കുന്നവരും സമൂഹത്തിൽ ദുർബലരുമായ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുക എന്നുള്ളതാണ് BSSൻ്റെ മുഖ്യമായ ലക്ഷ്യം. ഏതൊരു രാഷ്ട്രത്തിൻ്റെയും വികസനം ഉറപ്പാക്കുന്നത് അവിടുത്തെ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജനതയുടെ ഉന്നമനത്തിലൂടെയാണെന്നുള്ളൊരു പൊതു തത്വശാസ്ത്രം. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരത് സമാജ് ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി 10,000-കണക്കിന് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തുന്നത്. അതിനോടൊപ്പം NSDC കോഴ്സുകളും വേൾഡ് സ്കിൽ കൗൺസിൽ കോഴ്സുകളും നടത്തി വരുന്നുണ്ട്. ഇതിനു പുറമെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, പുസ്തക പ്രസിദ്ധീകരണ മേഖല, IT മേഖല, സോളാർ മേഖല, കമ്മ്യൂണിറ്റി ബാങ്കിംഗ് മേഖല, മൈക്രോ ഫിനാൻസ് മേഖല, അങ്ങനെ ധാരാളം പ്രോഗ്രാമുകളാണ് ഭാരത് സമാജ് ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്നത്. ഏതൊരു മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തിയൊക്കെയാണ് ഭാരത് സമാജിൻ്റെ ദേശീയ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. എല്ലാ മാസവും 12-ാം തീയതിയാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തി വരുന്നത്. 12-ാം തീയതി അവധി വരികയാണെങ്കിൽ മാത്രമേ അടുത്ത ദിവസത്തേക്ക് അത് മാറ്റുകയുള്ളൂ. ആഗസ്റ്റ് 12 എന്ന് പറയുന്ന BSSൻ്റെ സ്ഥാപക ദിനത്തിനെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തി വരുന്നത്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറിയിലുമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തി വരുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന ധാരാളം കലാകാരന്മാരും കലാകാരികളും അതുപോലെ തന്നെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലുള്ളവർ, ആയോധന കലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, വാസ്തുശില്പികൾ, അതുപോലെ കരകൗശലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ, നിയമജ്ഞർ, മാധ്യമപ്രവർത്തകർ, ആരോഗ്യ മേഖലയിലുള്ളവർ, അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അറിഞ്ഞും അറിയപ്പെടാതെ കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപഹാരമാണ് ഭാരത് സമാജിൻ്റെ ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം. ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് പ്രോട്ടോക്കോൾ അനുസരിച്ച് ആദ്യം ദേശീയ ഗാനം, രണ്ടാമത് സ്വാഗതം, മൂന്നാമത് ആശംസകൾ, നാലാമത് ബഹുമാന്യനും ആദരണീയനുമായ BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാറിൻ്റെ പ്രഭാഷണവും തുടർന്ന് പുരസ്കാര സമർപ്പണവുമാണ്. അത് കഴിഞ്ഞാൽ നന്ദി പ്രകാശനം, തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി ഈ വിശിഷ്ടമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. സ്വാഗത സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും ഈ സ്റ്റേജിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ വിളിക്കുകയും നിങ്ങളെ ആദരപൂർവ്വം അണിയിക്കുന്ന ഷോളുകൾ ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ അവരുടെ കഴുത്തിൽ അണിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്ന് നടക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഫോട്ടോകളും വീഡിയോയും ലഭ്യമാക്കാൻ എൻ്റെ വാട്സാപ്പിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മെയിൽ ID അയയ്ക്കുക. മെയിൽ ID കൂടി മാത്രമേ ഫോട്ടോസ് അയച്ചു തരത്തുള്ളൂ. വീഡിയോയുടെ ലിങ്ക് വാട്സാപ്പിലും ഇട്ട് തരുന്നതാണ്. BSSൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സമ്മേളനം ഉടൻ തുടങ്ങുന്നതാണ്. അദ്ദേഹത്തിന് BSSൻ്റെ ഡയറക്ടർ ജനറൽമാരായ ശ്രീമതി ജയ ശ്രീകുമാർ അവർകളും ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ അവർകളും അസിസ്റ്റന്റ് ഡയറക്ടർ TP വിനോദ് അവർകളും ചേർന്ന് ആദരിച്ച് ആനയിക്കുകയാണ്. ദേശീയ ഗാനം.
जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। സ്വാഗതം ആശംസയായി BSSന്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ ശ്രീകുമാർ മാഡത്തിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ബാലേന്ദ്രൻ സാർ, മഞ്ജു, ഇവിടെ ഇന്നത്തെ ഭാരത് സേവക് ഉപഹാരം ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ളവരെ, ഈ മാസത്തെ ഭാരത് സേവക് ഉപഹാര സമർപ്പണ ചടങ്ങാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഭാരത് സേവക് സമാജിനെ പറ്റി ഇവിടെയുള്ളവർക്കെല്ലാം തന്നെ ഏകദേശ ധാരണ ഉണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പ്രത്യേകമായി ഒന്നും പറയുന്നില്ല. ഭാരത് സേവക് സമാജ് ദേശവ്യാപകമായി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ വളരെയധികം പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം മേഖലകൾ എന്നുള്ളതല്ല, എല്ലാ മേഖലകളിലും തന്നെ ഭാരത് സേവക് സമാജ് ഭാരത് സേവക് സമാജിനെ കൊണ്ടാവും വിധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് കർമ്മനിരതരായ ഒരു സംഘം ആൾക്കാർ എല്ലാ ഭാഗത്തും ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകരാണ്. ഇന്ത്യ മൊത്തം ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകരുണ്ട്. അവരിൽ കൂടിയാണ് ഭാരത് സേവക് സമാജിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലുടനീളം നടത്തി വരുന്നത്. ഭാരത് സേവക് സമാജിൻ്റെ ഒരു പ്രധാന വിഷയമാണ് ഭാരത് സേവക് ഉപഹാരം നൽകി സമൂഹത്തിലെ വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്നുള്ളത്. ഇതും രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. ഭാരത് സേവക് സമാജിൻ്റെ ഫൗണ്ടേഷൻ ഡേ ഓഗസ്റ്റ് 12 എടുത്ത തീരുമാനത്തിന് പ്രകാരമാണ് ഭാരത് സേവക് സമാജിൻ്റെ ഈ ഭാരത് സേവക് ഉപഹാരം രാജ്യത്തെമ്പാടും നടക്കുന്നത്. ഭാരത് സേവക് ഉപഹാരം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരത് സേവക് സമാജ് വിവിധങ്ങളായ മേഖലകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളെയാണ് കണ്ടുപിടിച്ച് ഇവിടെ ഭാരത് സേവക് ഉപഹാരത്തിനായി അവരെ എത്തിക്കുന്നത്. ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് രാജ്യത്തെമ്പാടും അതുപോലെ സമൂഹത്തിൽ എല്ലായിടത്തും തന്നെ നടത്തുന്നത്. അക്കൂട്ടത്തിൽ പെടുന്ന ധാരാളം പ്രവർത്തകർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഭാരത് സേവക് സമാജിൻ്റെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം ധാരാളം ഓരോ പ്രവർത്തകരും ഓരോ വ്യക്തികളും സമൂഹത്തിൻ്റെ നന്മയ്ക്കായി അവരവരെ കൊണ്ടാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് തോന്നിയിരിക്കാം. പക്ഷെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രയും മഹത്തരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ പ്രവർത്തകരും ഓരോ വ്യക്തിയും സമൂഹത്തിൽ തൻ്റെതായ പങ്കുവച്ച് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളെ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ചിലപ്പോൾ അവർ വളരെ പ്രശസ്തരായിരിക്കാം, ചിലപ്പോൾ ചിലർ അപ്രശസ്തരായിരിക്കാം, ധാരാളം അവാർഡുകൾ കിട്ടിയവരായിരിക്കാം, അവാർഡുകൾ ഒന്നും തന്നെ കിട്ടാത്തവരായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ സമൂഹത്തിൽ നിന്ന് നമ്മുടെ പ്രവർത്തകരിൽ കൂടി കണ്ടെത്തുകയും അവരെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന് ഒരു കൂരയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് അവർക്ക് അവാർഡ് നൽകുകയും ചെയ്യുന്നത്. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ തന്നെ ധാരാളം വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധ മേഖലകളിൽ നിന്നിട്ടുള്ള അതിപ്രശസ്തരായ വ്യക്തികൾ വരെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോ 12-ാം തീയതിയും ഇവിടെ എത്തിച്ചേർന്നവർ അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ നിന്നുള്ള അതിപ്രശസ്തരായ വ്യക്തികളാണ്. പലരുടെയും ബയോഡേറ്റ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണ്, ധാരാളം പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചിട്ടുള്ളവരുമാണ്. പക്ഷേ ഈ അവാർഡ് എന്ന് പറയുമ്പോൾ ഒരു ദേശീയ അംഗീകാരമാണ്. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ഉപഹാരമാണ് ഇന്നിവിടെ എല്ലാവർക്കും ലഭിക്കുന്നത്. അതോടുകൂടി നിങ്ങൾ ഓരോരുത്തരും തന്നെ ഭാരത് സേവക്കുകളായി മാറുകയാണ്. ഭാരത് സേവക് എന്ന് പറയുമ്പോൾ ഭാരതത്തിനെ സേവിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ഈ അവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാരത് സേവക് സമാജിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്ന കർമ്മങ്ങളിൽ നമ്മൾ കൂടുതൽ കർമ്മനിരതരാകുകയും കൂടുതൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതാണ് ഒരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം ഈ അവാർഡ് കിട്ടുന്നതോടുകൂടി നിങ്ങളുടെ പിൻതലമുറ എങ്ങനെയാണ് അത് നോക്കിക്കാണുകയും ആ തലമുറയും അതേപോലെ തന്നെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലും സമൂഹത്തിൻ്റെ നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന രീതിയിലേക്ക് അവർ മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഭാരത് സേവക് സമാജ് ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഭാരതത്തിലെമ്പാടും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികളിലും ഇന്ന് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശവ്യാപകമായി ഈ പ്രവർത്തനത്തിൽ നിങ്ങളും ഇവിടെ പങ്കാളികളാകുകയാണ്. ഈ ചടങ്ങിലേക്ക് ഓരോരുത്തരെയും ഞാനിവിടെ പ്രത്യേകം സ്വാഗതം ചെയ്യും.
പക്ഷേ അവരുടെ ബയോഡേറ്റ വായിക്കുകയും ചെയ്യും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ ബൃഹത്തായ ബയോഡേറ്റയാണ് പലരുടെയും കിട്ടിയിട്ടുള്ളത്. ധാരാളം അവാർഡുകൾ, അതുപോലെ ധാരാളം വിദ്യാഭ്യാസ യോഗ്യതകൾ, ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളവരാണ്. ഇന്ന് ഏകദേശം 50ഓളം വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി. അപ്പോൾ ഓരോരുത്തരുടെ ബയോഡേറ്റയിൽ കുറച്ചൊരു മാറ്റം നമ്മൾ വരുത്തുന്നുണ്ടത്. എല്ലാവരുടെയും വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ പറയാറില്ല. അതുപോലെ തന്നെ കിട്ടുന്ന അവാർഡുകൾ, ഒത്തിരി അവാർഡ് കിട്ടിയത് വളരെ കുറച്ചേ നമ്മൾ പറയുള്ളൂ. കാര്യം സമയം പരിധി എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് വളരെ ദൂരെ നിന്ന് വന്നിട്ടുള്ള വ്യക്തികൾ ഇവിടെയുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ ഈ പ്രോഗ്രാം നടത്തി തീരേണ്ടത് കൊണ്ട് തന്നെ ഒരു ചെറിയ ബയോഡേറ്റയാണ് എല്ലാവരെ പറ്റിയും ഞാനിവിടെ വായിക്കുന്നത്. നമ്മുടെ വിശദമായ ബയോഡാറ്റ കിട്ടണമെങ്കിൽ നമ്മുടെ ഭാരത് സേവ സമാജിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് തുല്യമായ ഒരു വെബ്സൈറ്റ്. നിങ്ങളുടെ ഓരോരുത്തർ ഇന്ന് വരെ കിട്ടിയിട്ടുള്ള എല്ലാവരുടെയും ബയോഡാറ്റ അതിനകത്ത് വരും. അതിനകത്ത് നിങ്ങളുടെ വിശദമായ വ്യക്തിപരമായ എല്ലാ വിശദാംശങ്ങളും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ബയോഡാറ്റയാണ്. അതിലെല്ലാവരുടെയും കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് സമയത്തിൻ്റെ കുറവ് കൊണ്ട് വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണെന്ന് എല്ലാവരും കരുതി സഹകരിക്കുക. ഓരോരുത്തരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരത് സേവ സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ബാലേന്ദ്രൻ സാറിനെ അറിയാവുന്നവരാണെന്നറിയാം. പക്ഷേ എന്നാലും ഭാരത് സേവ സമാജിനെ ഇത്രയും നല്ല നിലയിൽ മാറ്റിയെടുത്തത് ഭാരത് സേവ സമാജിൻ്റെ ഈ ചെയർമാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കർമ്മത്തിലൂന്നി നിന്നുള്ള പ്രവൃത്തികളും അതുപോലെ തന്നെ എന്ത് പ്രവൃത്തിയും ഏറ്റെടുത്ത് നടത്താൻ ഭാരത് സേവ സമാജിൻ്റെ പ്രവർത്തകരെ സജ്ജരാക്കുക, അവരെ മുമ്പോട്ട് നയിക്കുക, അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശം നൽകുക, ഒരു ടീമായി അവരെ ഒന്നിച്ചു നിർത്തുക എന്നുള്ളത് എത്രയോ വർഷമായി ഭാരത് സേവ സമാജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ട് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തുടനീളം ഏത് പ്രവൃത്തിയും ഏറ്റെടുത്ത് നടത്താൻ ഭാരത് സേവ സമാജിൻ്റെ പ്രവർത്തകർ സജ്ജരായിരിക്കുന്നത് തന്നെ. അദ്ദേഹം ഭാരത് സേവ സമാജിൻ്റെ ദേശീയ ചെയർമാൻ ആയത് മുതൽ ധാരാളം പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ്റുമായിട്ടും മറ്റ് സംഘടനകളുമായിട്ടും അതുപോലെ തന്നെ പൊതുവായിട്ടും നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാരത് സേവ ഉപഹാര സമർപ്പണം എന്ന ചടങ്ങും ആരംഭിച്ചിരിക്കുന്നത്. ഭാരത് സേവ സമാജിൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം നെടുന്തൂൺ അദ്ദേഹമാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ നെടുന്തൂൺ. എല്ലാ പ്രവർത്തനങ്ങളും ഏകീകരിച്ച് ഇത്രയും ഭംഗിയായി ഭാരത് സേവ സമാജിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിർത്തുകയും എന്തും ഏറ്റെടുത്ത് നടത്താൻ പ്രാപ്തരായ ഒരു കൂട്ടം പ്രവർത്തകരെ വാർത്തെടുക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. ആ കഴിവിൻ കീഴിലാണ് ഭാരത് സേവ സമാജിൻ്റെ ഓരോ പ്രവർത്തകരും നിലകൊള്ളുന്നതും ഭാരത് സേവ സമാജ് കൃത്യമായ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഭാരത് സേവ സമാജിൻ്റെ ഡയറക്ടർ ജനറൽ മഞ്ജു ശ്രീകണ്ഠൻ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. മഞ്ജുവിനെ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്ത ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും ഞാൻ പേരെടുത്ത് സ്വാഗതം ചെയ്യാം. പേരെടുത്ത് വിളിക്കുമ്പോൾ ഇവരിവിടെ വന്ന് ഒന്ന് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിന്നാൽ എല്ലാവരെയും കാണാൻ പറ്റും. അവരുടെ ബയോഡേറ്റ അന്നേരം ഞാൻ വായിക്കുന്നതായിരിക്കും. ആദ്യമായി ഡോക്ടർ PN സുരേഷ് കുമാർ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ധാരാളം വിദ്യാഭ്യാസ യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തന്നെ പറയുന്നില്ല. ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത ഊഹിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കിയൊന്നും പറയുന്നില്ല. നിലവിൽ ഡയറക്ടർ, ചേതന സെൻറ്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, കോഴിക്കോട്. പ്രൊഫസർ ഓഫ് സൈക്യാട്രി, KMCT മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് സൈക്യാട്രി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്, കോഴിക്കോട്. അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് സൈക്യാട്രി, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രി, ആലപ്പുഴ മെഡിക്കൽ കോളേജ്. പ്രൊഫസർ ഓഫ് സൈക്യാട്രി, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്നീ നിലകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നൽകുന്ന ബെസ്റ്റ് ഡോക്ടർ അവാർഡ്, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ഏർപ്പെടുത്തിയ ഏറ്റവും മികച്ച ഗവേഷകനുള്ള വിദ്യാസാഗർ അവാർഡ്, ആത്മഹത്യ സംബന്ധിച്ച സമഗ്ര പഠനത്തിന് ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റിയുടെ 7 നാഷണൽ അവാർഡുകൾ, MA അക്കാഡമി ഓഫ് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിൻ്റെ പ്രസിദ്ധീകരിച്ച മികച്ച ശാസ്ത്ര പ്രബന്ധത്തിനുള്ള ഡോക്ടർ ഈപ്പൻ ശ്യാമൽ മെമ്മോറിയൽ അവാർഡ് 3 തവണ ലഭിച്ചു. കേരളത്തിലെ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അവയർനെസ് ചാരിറ്റി ട്രസ്റ്റും ഇൻഡോ അറേബ്യൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷനും ചേർന്ന് നൽകിയ 2005 സോഷ്യൽ അവയർനെസ് കേരള അവാർഡ്, കേരള മെഡിക്കൽ ജേർണലിൽ പ്രസിദ്ധീകരിച്ച മികച്ച ഒറിജിനൽ ലേഖനങ്ങൾക്കുള്ള IMA അവാർഡ് 2 തവണ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർ ശങ്കരപ്പിള്ള മെമ്മോറിയൽ അവാർഡ്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ സൈക്യാട്രിയുടെ മികച്ച പ്രബന്ധത്തിനുള്ള അവാർഡുകൾ. അങ്ങനെ ധാരാളം അവാർഡുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇനിയുണ്ട് ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മെൻ്റൽ ഹെൽത്ത് ധാരാളം അവാർഡ്. ഇത് കൂടാതെ ജേർണൽ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും 25ഓളം ദേശീയ പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ 74ലധികം അന്തർദേശീയ തലത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ,
സംസ്ഥാനത്തിലുള്ള 35 പ്രസിദ്ധീകരണങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ജേർണലുകൾ. കൂടാതെ നിരവധി മലയാളം, ഇംഗ്ലീഷ് പത്രങ്ങളിലും മാസികകളിലും മാനസിക രോഗങ്ങളെക്കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചും എഴുതി വരുന്നു. ഇതിനു പുറമെ റേഡിയോയിലും നിരവധി TV ചാനലുകളിലും മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ടോക്ക് ഷോകളിൽ പങ്കെടുക്കുന്നുണ്ട്. മികച്ച സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 10 ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ആത്മഹത്യാ പ്രവണതയുള്ള വ്യക്തികളെ കണ്ടെത്തുന്നതിനും അവരെ ചികിത്സയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിനുമുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. ഈ ഒരു പതിറ്റാണ്ടിലധികം കാലം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തണൽ ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രത്തിന് നേതൃത്വം നൽകി 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. സംരക്ഷണം നൽകുന്ന ഹോം ഓഫ് ലവ് എന്ന സന്നദ്ധ സ്ഥാപനത്തിൻ്റെ അന്തേവാസികൾക്ക് കഴിഞ്ഞ 15 വർഷമായി സൗജന്യ വൈദ്യസഹായവും മരുന്നുകളും നൽകി വരുന്നു. മാനസിക രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടിയ വ്യക്തികൾക്ക് പുനർജനി എന്ന പേരിൽ പുനരധിവാസ കേന്ദ്രം വഴി ആവശ്യമായ സഹായങ്ങൾ നൽകി വരുന്നു. 60-ലധികം വ്യക്തികൾക്ക് ഇവിടെ നിന്ന് തൊഴിൽ പരിശീലനവും അതുവഴി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള പിന്തുണയും നൽകി. ആരോഗ്യ സേവന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ബി സുനിൽകുമാർ, തിരുവനന്തപുരം ശാസ്തമംഗലം സ്വദേശി, സഫയർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാനാണ്. വിദ്യാഭ്യാസ രംഗത്തെ 3 പതിറ്റാണ്ടുകളുടെ സേവനം, വിദ്യാർത്ഥികൾക്ക് വിജയം നേടിക്കൊടുക്കുന്ന പഠന രീതികളിലൂടെ കേരളത്തിലെ എൻട്രൻസ് കോച്ചിങ് രംഗത്ത് സഫയർ എന്ന പേര് വിശ്വാസത്തിൻ്റെ പ്രതീകമായി മാറ്റിയത് ഇദ്ദേഹത്തിൻ്റെ നേട്ടമാണ്. 1997 സഫയർ സ്ഥാപിതമായപ്പോൾ 100ഓളം വിദ്യാർത്ഥികളോടെ തുടങ്ങിയ യാത്ര ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന മഹത്തായ പ്രസ്ഥാനമായി വളർന്നു. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലായി നീറ്റ്, JEE, കീം, ക്യൂട്ട് തുടങ്ങിയ എൻട്രൻസ് പരീക്ഷകൾക്കായി മികച്ച പരിശീലനം നൽകുന്ന മഹാസ്ഥാപനമായി സഫയർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും വ്യാപിച്ച് പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനും ആത്മവിശ്വാസത്തിനും അതുപോലെ അവരുടെ കഴിവുകൾക്കുമാണ് ഇവിടെ മുൻതൂക്കം നൽകുന്നത്. പഠനത്തിന് പുറമെ മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസമാണ് നൽകി വരുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും തമിഴ്നാട്ടിലെ മാർത്താണ്ഡം, നാഗർകോവിലും പ്രവർത്തിക്കുന്ന സഫയർ മികച്ച അധ്യാപക സംഘവും നവീന പഠന സാങ്കേതിക വിദ്യകളും വഴി പഠന മികവിൻ്റെ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. കേരള കൗമുദി എക്സലൻസ് അവാർഡ്, ഗവർണർ ഓഫ് കേരള ഔട്ട്സ്റ്റാൻഡിംഗ് എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് 2024, വിദ്യാഭ്യാസ എക്സലൻസ് അവാർഡ് 2025, എഡ്യൂവിഷൻ ലീഡർഷിപ്പ് അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അഡ്വക്കേറ്റ് MK നൌഷാദ്, മലപ്പുറം വാഴക്കാട് സ്വദേശി, 2004 മഞ്ചേരി കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചു. പഠനകാലത്ത് തന്നെ രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തന രംഗത്തും സജീവമായിരുന്നു. കാലിക്കറ്റ് സർവകലാശാല കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരവെ വാഴക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി ചുമതലയേറ്റു. 2019 മുതൽ 24 വരെയുള്ള 5 വർഷക്കാലത്ത് ബാങ്കിൻ്റെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യം വെച്ച് നിരവധി നൂതന പദ്ധതികൾക്ക് രൂപം നൽകി. ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിലെ കർഷകർക്ക് ആശ്വാസമായി പൊൻകതിർ പദ്ധതിയും സമഗ്ര പച്ചക്കറി ഉൽപ്പാദനത്തിനായി സുജലം സുഫലം പദ്ധതിയും സ്ത്രീകൾക്കിടയിലെ സാമ്പത്തിക അഭിവൃദ്ധിക്കായി മുറ്റത്തെ മുല്ല പദ്ധതിയും വ്യാപാരികൾക്കായി വ്യാപാരി മിത്രം പദ്ധതിയും നടപ്പാക്കി. നിർധനരായ നാട്ടുകാർക്ക് സൗജന്യ ഭക്ഷണ കിറ്റുകളും വൈദ്യസഹായവും മരുന്നും ഏർപ്പാടാക്കി വരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് വിജയാരവം സംഘടിപ്പിക്കുന്നുണ്ട്. ഖത്തർ ലോകകപ്പിനോടനുബന്ധിച്ച് വേൾഡ് കപ്പ് മീറ്റപ്പ് സംഘടിപ്പിച്ചു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. വാർഡ് മെമ്പർ എന്ന നിലയിൽ സംഘടിപ്പിച്ച ഗ്രാമോത്സവം വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും ഒത്തുകൂടാൻ അവസരമൊരുക്കി. വാർഡിലെ ഹൈസ്കൂൾ, +2 വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ വിദ്യാധനം സ്കോളർഷിപ്പ് നൂതന കാൽവയ്പായിരുന്നു. വാർഡിലെ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുഴുവൻ വയോജനങ്ങളെയും കൂട്ടിയിരുത്തി സംഘടിപ്പിച്ച വയോജന സംഗമം നടത്തി. ചെളിയും ചവറും നിറഞ്ഞ് വെള്ളമൊഴുകി പോകാനാകാത്തവരുടെ നാശത്തിൻ്റെ വക്കിലായിരുന്ന വാഴക്കാട് വലിയ തോട് സ്വന്തം ഓണറേറി ഉപയോഗിച്ച് തുറന്നു വൃത്തിയാക്കി. കാർഷിക മേഖലയ്ക്ക് ഇത് പുത്തൻ ഉണർവാണ് നൽകിയത്. അസംഭവമെന്ന് പലരും വിധിയെഴുതിയ ഇടക്കടവ് തോട് യാഥാർത്ഥ്യമാക്കി. വയോജനങ്ങൾക്കായി സംഘടിപ്പിച്ച വയോജന ഉല്ലാസയാത്ര സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റി. പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നായി 19 ബസ്സുകളിൽ 950ഓളം വയോജനങ്ങളെ ഉൾപ്പെടുത്തി മലമ്പുഴയിലേക്ക് വിനോദയാത്ര നടത്തുകയും അത് ഒട്ടുമിക്ക മാധ്യമങ്ങളിലും വലിയ പ്രാധാന്യത്തോടെ കവർ ചെയ്യുകയും ചെയ്തു. പ്രസിഡന്റ് എന്ന നിലയിൽ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച പെണ്ണൊരുമ വനിതാ സാംസ്കാരിക സംഗമവും വയോജന ദിനത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമവും തികച്ചും വ്യത്യസ്ത പകർന്ന പരിപാടികളായിരുന്നു.
പ്രസിഡന്റ് പദവിയിലെത്തിയ ശേഷം സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു പ്രാദേശിക ഭരണകൂടം സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയായിരുന്നു ജനസഭ. പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ പഞ്ചായത്ത് പരിധിയിലുള്ള ജനങ്ങളുടെ സർവ്വ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്ന ജനസഭ 7 ഘട്ടങ്ങളിലായി നടത്തുകയും ജനങ്ങൾക്ക് മരുന്നും ഭക്ഷണക്കിറ്റും വിദ്യാഭ്യാസ സഹായവും നൽകി തർക്കങ്ങൾക്ക് പരിഹാരവും കുടുംബ പ്രശ്നങ്ങളുടെ ഒത്തുതീർപ്പുമായി ജനകീയ വിഷയങ്ങൾക്ക് സമയബന്ധിത പരിഹാരമേകുന്ന നൂതന ആശയമായി അത് മാറുകയും ചെയ്തു. പൊതുജന പങ്കാളിത്തത്തോടെ നിരവധി റോഡുകളും വഴിയോര വിശ്രമ കേന്ദ്രവും ഒരുക്കാൻ സാധിച്ചു. CSR ഫണ്ട് ലഭ്യമാക്കി 9ഓളം റോഡുകളാണ് ഗതാഗത യോഗ്യമാക്കിയത്. ജനപ്രതിനിധി എന്ന നിലയിലും പൊതുപ്രവർത്തന എന്ന നിലയിലും തിളക്കമേളുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സാധിച്ചു. പൊതുപ്രവർത്തന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി കാത്തിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ആര്യാദേവി പാലപ്പുഴ. കേരളത്തിലെ പ്രസിദ്ധമായ 2 അഷ്ടവൈദ്യ കുടുംബങ്ങളിൽ ഇളയിടത്ത് തൈക്കാട് നീലകണ്ഠൻ മൂസിൻ്റെയും വൈദ്യമഠം ചെറിയ നാരായണൻ നമ്പൂതിരിയുടെയും അടുത്ത് പാരമ്പര്യ രീതിയിൽ ആയുർവേദ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1981 മുതൽ 2011 വരെ നീണ്ട 30 വർഷം ഗുരുനാഥൻ തൈക്കാട് നീലകണ്ഠൻ മൂസ് സ്ഥാപിച്ച വൈദ്യരത്നം ഔഷധശാലയുടെ കോഴിക്കോട് ബ്രാഞ്ച് ഫിസിഷ്യൻ ആൻഡ് മാനേജർ എന്ന നിലയിൽ പ്രവർത്തിച്ചു. 1986 ബാക്കി സമയം പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താനായി ആരംഭിച്ച ക്ലിനിക്കായ ആര്യ ഔഷധശാല 96 ആയപ്പോഴേക്കും സുകൃതം ആയുർവേദ ചികിത്സാലയം എന്ന ആശുപത്രിയായി വികസിപ്പിച്ചു. 2008 സുകൃതത്തിൻ്റെ ആദ്യ ബ്രാഞ്ചും OP പഞ്ചകർമ്മ ക്ലിനിക്കും ബാംഗ്ലൂരിൽ ആരംഭിച്ചു. ആദ്യം 4 മുറികളിലായി തുടങ്ങിയ സുകൃതം 2010 ആയപ്പോൾ 12 മുറികളുള്ള ഇടത്തരം ആശുപത്രിയായി വളർത്തി. 2022 സുകൃതം NABH സർട്ടിഫിക്കേഷൻ നേടി. 2024 സുകൃതത്തിൻ്റെ 2ാമത്തെ ബ്രാഞ്ച് ചെന്നൈയിൽ ആരംഭിച്ചു. ഏകദേശം 50ഓളം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന സ്ഥാപനമാണ് സുകൃതം. ഗുണമേന്മയുള്ള മരുന്നുകളുടെ നിർമ്മാണത്തിനായി 2010 സുകൃത ജീവ ആയുർവേദിക് പ്രോഡക്ട്സ് എന്ന സ്ഥാപനം ആരംഭിച്ചു. ഈ കാലഘട്ടത്തിനിടയ്ക്ക് കോഴിക്കോട്ടെ പ്രസിദ്ധമായ ആയുർവേദ ഭിഷഗ്വരയായി പേരെടുത്തു. സ്ത്രീകളുടെ ഉന്നമനവും സമൂഹത്തിലും കർമ്മമണ്ഡലങ്ങളും ധൈര്യപൂർവ്വം മുന്നോട്ട് വരാനും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനും സ്ത്രീകളെ പ്രചോദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായി 73ാം വയസ്സിലും അക്ഷീണം പ്രവർത്തിക്കുകയാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഭാരതത്തിൻ്റെ ദേശീയതയിലൂന്നിയ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന രാഷ്ട്രസേവിക സമിതിയുടെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രവർത്തകരിലൊരാളും കേരള പ്രാന്തിൻ്റെ പ്രാന്ത സഞ്ചാലികയും കൂടിയാണ്. സ്ത്രീ സംരക്ഷണവും ശാക്തീകരണവും ലക്ഷ്യമാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബാലികാ സദനങ്ങളും തൊഴിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഭാരതീയ സംസ്കാരത്തിലൂന്നിയ സംഘാടന സേവന പ്രവർത്തനങ്ങളുമായി രാഷ്ട്രസേവിക സമിതി 80 വർഷത്തോളമായി ഭാരതത്തിൽ പ്രവർത്തിച്ചു വരുന്നു. സേവാഭാരതി, ബാലഗോകുലം, സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം, ആരോഗ്യഭാരതി തുടങ്ങിയ പ്രവർത്തന മണ്ഡലങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയായ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് ജില്ലാ പ്രവർത്തനങ്ങളുടെ നെടുന്തൂണായി പ്രവർത്തിച്ചു വരുന്നു. രാമകൃഷ്ണ മിഷൻ സ്കൂൾ, ഭാരതീയ വിദ്യാഭവൻ, ചിന്മയ മിഷൻ തുടങ്ങിയ സാമൂഹ്യ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളുടെ ബോർഡ് അംഗവും രക്ഷാധികാരിയുമാണ്. ധാരാളം ഭാഗവത സപ്താഹ സത്രങ്ങളിൽ പങ്കെടുക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷമായി കോഴിക്കോട് അനൗപചാരികമായ സംസ്കൃത ആധ്യാത്മിക വിദ്യാഭ്യാസ ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ധാരാളം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പ്രധാന മാസിക ദിനപത്രങ്ങളെല്ലാം തന്നെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആകാശവാണിയുടെ ആരോഗ്യരംഗം തുടങ്ങിയ പരിപാടികളിലും പ്രഭാഷണങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. റോട്ടറി ക്ലബ് കോഴിക്കോടിൻ്റെ എക്സലൻസ് ഇൻ പഞ്ചകർമ്മി തെറാപ്പി പുരസ്കാരം, ഭരദ്വാജ പുരസ്കാരം, എക്സലൻസ് അവാർഡ്, ശ്രീ സുബ്രഹ്മണ്യ ആയുർവേദ ഹോസ്പിറ്റൽ കോഴിക്കോട്, പാരമ്പര്യ വിദ്യാഭ്യാസത്തിലും വൈദ്യവൃത്തിയിലുമുള്ള മികവിനെ ആദരിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ പുരസ്കാരം, അങ്ങനെ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ആയുർവേദ ചികിത്സാ മേഖലയിലെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഇന്ദിര കൃഷ്ണകുമാർ, കോഴിക്കോട് സ്വദേശി, പോസ്റ്റൽ സർവീസ് ബോർഡ് റിട്ടയർഡ് മെമ്പർ. 1974 സിവിൽ സർവീസ് പരീക്ഷയിലൂടെ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ പ്രവേശിച്ചു. 2011 കേന്ദ്ര സർക്കാരിൽ അഡീഷണൽ സെക്രട്ടറി സ്ഥാനമുള്ള മെമ്പർ, പോസ്റ്റൽ സർവീസസ് ബോർഡ് എന്ന തസ്തികയിൽ നിന്നും വിരമിച്ചു. അനേകം സംസ്ഥാനങ്ങൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കർമ്മനിരതയായിരുന്നപ്പോഴും ഭാരതത്തിൻ്റെ ആധ്യാത്മിക സാംസ്കാരിക ദീപശിഖ തെളിച്ചു പ്രകാശിപ്പിക്കുവാൻ വേണ്ടി യത്നിച്ചു. നഗരമധ്യത്തിലും ഉൾഗ്രാമങ്ങളിലും അനേകം പ്രഭാഷണങ്ങൾ നടത്തി. ദേശവിദേശ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ഭാരതത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചും പൗരാണിക സാഹിത്യത്തെക്കുറിച്ചും ലേഖനങ്ങൾ എഴുതി. ഈ മേഖലയിലെ സേവനങ്ങൾ കണക്കിലെടുത്ത് അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രം ഗൗരിശങ്കര പുരസ്കാരം നൽകി ആദരിച്ചു. ചെന്നൈ ആസ്ഥാനമായി നൽകപ്പെട്ടു വരുന്ന യുഗാദി പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു.
കോഴിക്കോട് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ആയിരുന്ന കാലത്ത് സെൻട്രൽ ഗവൺമെൻറ് ഓഫീസേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റായി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. പെരിന്തൽമണ്ണയിലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സ്ത്രീ വിഭാഗം സാമൂഹ്യ സേവനത്തിന്റെ പേരിൽ പുരസ്കാരം നൽകി ആദരിച്ചു. ഋഗ്വേദം 1-ാം അധ്യായത്തിന്റെ ഇംഗ്ലീഷിലേക്കുള്ള തർജ്ജമ സാമൂതിരി രാജാവിന്റെ നിർദ്ദേശത്തിൽ കോഴിക്കോട് തളി ശ്രീ വളയനാട് ക്ഷേത്രങ്ങൾ വേദപഠനം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. ശ്രീമദ് ഭാഗവത പഠനം ഇന്ദ്രനീലം എന്ന പുസ്തക രൂപത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചു. ശ്രീ രാമകൃഷ്ണാശ്രമ പ്രവർത്തനങ്ങളിലും സംസ്കൃത ഭാഷാ പ്രചാരണത്തിലും പങ്കുവഹിക്കുന്ന അനേകം ആശ്രമങ്ങളുടെ സഹസഞ്ചാരിണിയായി ഭക്തിവേദാന്ത തത്വങ്ങളുടെ പ്രചാരണത്തിനും സർവമത മൈത്രിക്കും വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സ്കോളർഷിപ്പിൽ ബ്രിട്ടനിൽ മാനേജ്മെന്റ് പഠനം നടത്തി ഔദ്യോഗിക അധികാരം കൈകാര്യം ചെയ്തതും ഭാരതീയ ദർശനങ്ങൾക്ക് അനുസൃതമായി ആയിരുന്നുവെന്നതും നേട്ടമായി കരുതുന്നു. ആധ്യാത്മിക മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വ സ്വാഗതം. പ്രൊഫസർ ഡോക്ടർ ഗോഡ്വിൻ സാം രാജ് DP, കോഴിക്കോട് മാരിക്കുന്ന് സ്വദേശി, കാലിക്കറ്റ് സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ, മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകൻ, പ്രിൻസിപ്പൽ, പരീക്ഷാ കൺട്രോളർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ നിരവധി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ്, സൗത്ത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ്, കേരള ചരിത്ര കോൺഗ്രസ് എന്നിവയിലെ ആജീവനാന്ത അംഗമാണ്. കാലിക്കറ്റ് സർവകലാശാല ഗവേഷണ മാർഗദർശി എന്ന നിലയിൽ 6 ഗവേഷകർക്ക് മാർഗനിർദ്ദേശം നൽകുകയും 4 പേർ PhD നേടുകയും ചെയ്തു. കൊറോണ കാലത്ത് താളം തെറ്റിയ പരീക്ഷാ സംവിധാനത്തെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ജീവനക്കാരെയും സഹകരിപ്പിച്ചുകൊണ്ട് നൂതന സംവിധാനങ്ങൾ നടപ്പാക്കി 3 വർഷം കൊണ്ട് വിദ്യാർത്ഥി സൗഹൃദ സ്ഥാപനമാക്കി പരീക്ഷാ ഭവനെ മാറ്റി. നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ എന്ന നിലയിൽ വയനാട്, പൊഴുതന പഞ്ചായത്ത്, കോഴിക്കോട് മാവൂർ, അരിക്കോട് പഞ്ചായത്തുകളിൽ ദശദിന ക്യാമ്പിലൂടെ 3 പുതിയ റോഡുകൾ രൂപപ്പെടുത്തി. വിദ്യാർത്ഥികളെ പൊതുജനങ്ങളുമായി അടുപ്പിക്കുന്ന സർവേ, തടയണ നിർമ്മാണം, പരിസ്ഥിതി ചർച്ചകൾ, സംവാദങ്ങൾ മുതലായവ സംഘടിപ്പിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പ്രിൻസിപ്പലായിരിക്കെ കോഴിക്കോട് വെള്ളിമാട് കുന്ന് സർക്കാർ വൃദ്ധസദനത്തിൽ താമസിക്കുന്ന 90ഓളം അന്തേവാസികൾക്ക് ആശ്വാസം നൽകുന്ന നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. തൊഴിൽ പരിശീലനവും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്. നിലവിൽ കോഴിക്കോട് നഗരത്തിലും കോളനിയിലും നടക്കുന്ന ജനകീയ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അഡ്വക്കേറ്റ് സന്തോഷ് AM, കോഴിക്കോട് വടകര സ്വദേശി, അഡ്വക്കേറ്റ്, സാമൂഹ്യ പ്രവർത്തകൻ, പ്രഭാഷകൻ. സൗജന്യമായി ധാരാളം കേസുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നടത്തി വിജയിപ്പിച്ചിട്ടുണ്ട്. ജർമ്മൻ മിഷണറിമാരുടെ സംരംഭമായി അഴിയൂർ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ലെപ്രസി ഹോസ്പിറ്റലും ഭൂമിയും സുപ്രീം കോടതി വരെ കേസ് നടത്തി മിഷണറിമാർ തിരിച്ചെടുക്കാൻ ഉത്തരവ് സമ്പാദിച്ചപ്പോൾ ഇദ്ദേഹം നിർദ്ദേശിച്ചത് പ്രകാരം മദ്രാസിലെ മിഷണറിമാരെ നേരിട്ട് ബന്ധപ്പെടുകയും പ്രസ്തുത ആശുപത്രിയിലെ രോഗിയെ അന്തേവാസിക്കും കുടുംബത്തിനു വേണ്ടി പുനരധിവാസവും പകരം ഭൂമിയും ഭവനവും നേടിക്കൊടുക്കുന്നതിൽ വിജയിച്ചു. വിവിധ സ്കൂളുകൾ, കോളേജുകൾ, കളക്ടറേറ്റുകൾ, സിവിൽ സ്റ്റേഷനുകൾ, ജയിൽ, പോലീസ് സ്റ്റേഷനുകൾ, കുടുംബശ്രീകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയിടത്തെല്ലാം ധാരാളം നിയമ ക്ലാസുകളും സെമിനാറുകളും നടത്തുന്നുണ്ട്. ലാൻഡ് അക്വിസിഷൻ ആക്ടിലെ നെഗോസിയേഷൻ പ്രൊവിഷൻ വഴി സെക്രട്ടേറിയറ്റ്, RBDC എറണാകുളം ഓഫീസ്, പാലക്കാട് റെയിൽവേ ഓഫീസ്, കോഴിക്കോട് കളക്ടറേറ്റ്, കൊയിലാണ്ടി ലോ തഹസിൽദാർ ഓഫീസ് എന്നിവിടങ്ങളിൽ നെഗോഷിയേറ്റ് പ്രൊവിഷൻ നടത്തി കോമ്പൻസേഷൻ തുക വാങ്ങി ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. വടകരയിലും മറ്റുമായി നിരവധി സാമൂഹിക സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു. രക്തദാന വോളണ്ടിയറാണ്. 1ലേറെ തവണ വടകര ബാർ അസോസിയേഷന്റെ സെക്രട്ടറിയായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നോട്ടറി പബ്ലിക്കായും സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കോഴിക്കോട് ജില്ലാ ഉപാധ്യക്ഷനായും ശുദ്ധ ഭക്ഷണം ജനാവകാശം എന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന ഭക്ഷ്യശ്രീ എന്ന സംഘടന സംസ്ഥാന ട്രഷററായും പ്രവർത്തിച്ചു വരുന്നു. നിയമമേഖലയിൽ കാഴ്ചവെച്ചിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ജേക്കബ് തോമസ്, കൊല്ലം പത്തനാപുരം സ്വദേശി, കാരുണ്യ പ്രവർത്തകൻ. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. രോഗികൾക്ക് ആവശ്യമായ ബ്ലഡ്, ചെറിയ സാമ്പത്തിക സഹായം എന്നിവ അർഹതപ്പെട്ട നിർധനരായ വ്യക്തികൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്നു. വിശക്കുന്നവർക്ക് ആഹാരം നൽകാൻ ടൗണിൽ ചില സുഹൃത്തുക്കളുമായി ചേർന്ന് അക്ഷയപാത്രം എന്ന പേരിൽ 3 ബോക്സുകൾ സ്ഥാപിച്ച് ആഹാരം നൽകി വരുന്നുണ്ട്. കൊറോണ കാലത്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് ആവശ്യമായ കൈത്താങ്ങ് നൽകുവാൻ സാധിച്ചു.
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭവനരഹിതരായ 8 കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സ്വന്തമായി 40 സെന്റ് ഭൂമി മാതാപിതാക്കളുടെ സ്മരണാർത്ഥം ദാനമായി നൽകി. നിലവിൽ പത്തനാപുരം ആസ്ഥാനമായി പ്രവർത്തനം നടത്തുന്ന മൈത്രി ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്നു. ഇതുവഴി ധാരാളം ജീവകാരുണ്യ പ്രവർത്തനമാണ് നടത്തിവരുന്നത്. പത്തനാപുരം പഞ്ചായത്തിന്റെ ആദരവ്, പക്കോമിയോസ് തിരുമേനിയുടെ നാമത്തിൽ ഏർപ്പെടുത്തിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ലഭിച്ച അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഗോപാലൻ പി, മലപ്പുറം മങ്കട സ്വദേശി, 25 വർഷത്തെ അധ്യാപക പരിചയം, 10 വർഷമായി പുരാവസ്തുക്കളായ കാർഷിക സംസ്കാര ശേഷിപ്പുകൾ ശേഖരിച്ചു വരുന്നു. കലപ്പ, ഉറി, ഉരൽ, ഉലക്ക, കൂന്താണി, പാതാളക്കരണ്ടി തുടങ്ങി 300-ലധികം വസ്തുക്കളുടെ ശേഖരം സ്വന്തമായിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് പഠനത്തിനാവശ്യമായിട്ട് വയനാട്ടിൽ കാരാപ്പുഴയിൽ ഒരുക്കിയ കൈലാറ്റ കേരള കൾച്ചറൽ മ്യൂസിയം, പൈതൃക മ്യൂസിയം സ്വന്തമായി തുടങ്ങിയിട്ടുണ്ട്. മ്യൂസിയത്തിൽ പുരാവസ്തുക്കൾ കൂടാതെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച കല്ലുകളുടെ അപൂർവ ശേഖരവും വേരിൽ നിർമ്മിച്ച ശില്പങ്ങളുടെ വസ്തുക്കളും ഉണ്ട്. 100-ലധികം കവിതകൾ രചിച്ചിട്ടുണ്ട്. 1 മാർക്ക് എന്ന കവിതാ സമാഹാരം, കേരളത്തിലെ 44 നദികളുടെ പേരുകൾ നിറഞ്ഞ പുഴപ്പാട്ട്, 64 നാടൻ നെൽവിത്തുകളുടെ പേരായ നെല്ലിനപ്പാട്ട്, 28 സംസ്ഥാനങ്ങളുടെ പേരുകളായ തിത്തിത്താര എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുൻനിര മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1 മാർക്ക് എന്ന കവിതാ സമാഹാരത്തിന് ഡോക്ടർ BR അംബേദ്കർ നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനാണ്. പുരാവസ്തു സംരക്ഷകൻ എന്ന നിലയിലാണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ NU ലക്ഷ്മി, തിരുവനന്തപുരം സ്വദേശി, അസോസിയേറ്റ് പ്രൊഫസറും ഗവേഷണ മാർഗ നിർദ്ദേശകയുമാണ്. ശ്രീ അയ്യപ്പ കോളേജ് ഫോർ വിമൻ, ചുങ്കൻകടൈ, നാഗർകോവിലാണ് പ്രവർത്തിച്ചു വരുന്നത്. കേരളത്തിലെ വിവിധ B.Ed കോളേജുകളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. 2018-ൽ PhD എടുത്തതിന് ശേഷം 2019 മുതൽ അംഗീകൃത ഗവേഷണ മാർഗനിർദ്ദേശകയായി സേവനം ചെയ്യുന്നു. ഭാഷയും സാഹിത്യവും, വിവർത്തന പഠനം, സാഹിത്യ സിദ്ധാന്തങ്ങൾ, സൃഷ്ടിപരമായ എഴുത്ത്, മെഡിക്കൽ ഹ്യൂമാനിറ്റീസ്, ഫെമിനിസ്റ്റ് സാഹിത്യ സിദ്ധാന്തങ്ങൾ തുടങ്ങിയവയിലായിരുന്നു PhD എടുത്തത്. 19 വർഷത്തെ അധ്യാപന അനുഭവവും ഗവേഷണാനുഭവവും ഉണ്ട്. ഇവിടെ സാഹിത്യകാരി കൂടിയാണ്. 14 പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് വ്യാകരണ പുസ്തകവും രചിച്ചിട്ടുണ്ട്. 95-ലധികം ഗവേഷണ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ അന്താരാഷ്ട്ര, ദേശീയ ജേർണലുകൾ, സമ്മേളന പ്രസിദ്ധീകരണങ്ങൾ, UGC കെയർ ഉൾപ്പെടെ സ്കോപ്സ് ഇൻഡെക്സ് ജേർണലുകളും ഉൾപ്പെടുന്നു. ഇതുവരെ ഡോക്ടർ ലക്ഷ്മിയുടെ മാർഗനിർദ്ദേശത്തിൽ 5 PhD ബിരുദങ്ങളും 1 MPhil ബിരുദവും ലഭിച്ചിട്ടുണ്ട്. 6 ഗവേഷണ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഗവേഷണം തുടരുന്നു. അധ്യാപന മേഖലയിലെ സംഭാവന കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ KP ശംസുദ്ദീൻ, മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി, ഉറുദു അധ്യാപകൻ, കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്, കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. പ്രബന്ധരചന, ഗവേഷണം, സാഹിത്യ വിമർശനം, കവിത, പുസ്തക നിരൂപണം, ജീവചരിത്രം, ഭാഷാ അധ്യാപനം, പുസ്തക പ്രസിദ്ധീകരണം, ഗദ്യരചന, ജേർണലിസം, പ്രബന്ധരചന, ഗവേഷണം, സാഹിത്യ വിമർശനം, കവിത എന്നിവയും ചെയ്തു വരുന്നുണ്ട്. 29ഓളം ഉറുദു പ്രസിദ്ധീകരണങ്ങൾ, പ്രബന്ധങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ദേശീയ, അന്തർദേശീയ സെമിനാറുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 4 ഉറുദു ടീച്ചിങ് ആൻഡ് റിസർച്ച് അവാർഡ്, സഹൃദയ അവാർഡ്, SM സർവർ അവാർഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് ഉറുദു സർവീസസ്, പ്രൊഫസർ സയ്യിദ് അബ്ദുൽ വഹാബ് ബുഖാരി അവാർഡ്, K. അലവി ഹാജി എൻഡോമെന്റ് അവാർഡ്, മൂസ നസിഫ് അവാർഡ്, ബാബ A. ഉറുദു മൗലവി അബ്ദുൽ ഹക്ക് അവാർഡ്, KM സീതി സാഹിബ് അവാർഡ് തുടങ്ങി 25ഓളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കേരള SCRT ഉറുദു ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പറേഷൻ കമ്മിറ്റിയിൽ 20 വർഷം അംഗമായിരുന്നു. കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായി 6 വർഷം പ്രവർത്തിച്ചു. ഇദ്ദേഹത്തിനും അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ തങ്കച്ചൻ വൈദ്യൻ, ശ്രീ തങ്കച്ചൻ വൈദ്യർ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി പ്രതിനിധി ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് ശ്രീനിവാസ്, അദ്ദേഹമാണ് എത്തിയിട്ടുള്ളത്. ശ്രീ തങ്കച്ചൻ വൈദ്യൻ കാസർഗോഡ് മാലോം സ്വദേശി, വടകര സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ 15 വർഷവും മാലോം JM ജെയിൻ
ഇതിൽ കഴിഞ്ഞ 44 വർഷമായി ക്യാൻസർ, ഫിസ്റ്റുല, കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, വിഷചികിത്സ തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സ നൽകി വരുന്നു. ക്യാൻസർ വന്ന് ചികിത്സ നടത്തി ധാരാളം പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അലോപ്പതി ഡോക്ടർമാരും ആയുർവേദ ഡോക്ടർമാരും വരെ ക്യാൻസറിനുള്ള മരുന്ന് വാങ്ങി സുഖപ്പെട്ടിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സ നടത്തിയ 240 വിവിധ ക്യാൻസർ രോഗികൾ ചികിത്സിച്ച് ഭേദമാക്കപ്പെട്ടിട്ടുണ്ട്. 2500ഓളം ഔഷധ ചെടികൾ സംരക്ഷിച്ചു വരുന്നു. ഈ ചെടികൾ തമിഴ്നാട്, കർണാടക, ഗോവ എന്നിവിടങ്ങളിൽ നിന്നാണ് കളക്ട് ചെയ്ത് ശേഖരിച്ച് സംരക്ഷിക്കുന്നത്. തലശ്ശേരി അതിരൂപതയുടെ കണ്ണൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ ചിക്കൻ ഗുനിയ വന്നപ്പോൾ 800 സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് മരുന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോവിഡ് കാലത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്ഥാപനം തുറക്കുവാൻ കളക്ടർ ആവശ്യപ്പെടുകയും എല്ലാ സ്ഥലത്തും മരുന്ന് എത്തിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ, പോലീസുകാർ, ഫയർഫോഴ്സുകാർ എന്നിവരുടെ സഹായത്തോടുകൂടി കേരളത്തിലെ ക്യാൻസർ രോഗികൾക്ക് മരുന്ന് കൊണ്ടു കൊടുക്കുകയും ചെയ്തു. സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ പുരസ്കാരം, സീതാറാം ആയുർവേദ ഫാർമസി, വൈദ്യമഹാസഭ, മഹാത്മാ ദേശസേവ ട്രസ്റ്റ് തുടങ്ങി ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് മെഡിക്കൽ രംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. വൈദ്യർക്ക് കൊടുത്താൽ മതി. രജീഷ് കാട്ടാക്കട, ശ്രീ രജീഷ് കാട്ടാക്കട, തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി, 22 വർഷത്തിലേറെയായി മലയാള സിനിമ സീരിയൽ രംഗത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്നു. ചലച്ചിത്ര രംഗത്തെ ഡബ്ബിംഗ് സഞ്ചാരം എന്ന സിനിമയിലൂടെ ആരംഭിച്ചു. ആര്യ, ബണ്ണി എന്നീ അല്ലു അർജുൻ ചിത്രങ്ങളുടെ മൊഴിമാറ്റ ചിത്രങ്ങളിലും ശബ്ദം നൽകി തുടങ്ങി. നിശാന്ത് സാഗർ, കൃഷ്ണപ്രസാദ് അങ്ങനെ പല ചലച്ചിത്ര താരങ്ങൾക്കും സുഹാസ് ഉൾപ്പെടെ നടന്മാർക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. ചെറുതും വലുതുമായി 400-ലധികം സിനിമകളിൽ ഡബ്ബ് ചെയ്തു. കൂടാതെ നിരവധി സീരിയലിലും ഡബ്ബ് ചെയ്തു വരുന്നു. ഫെഫ്ക ഡബ്ബിംഗ് യൂണിയൻ അംഗം, ഫെഫ്ക MDTV ഡബ്ബിംഗ് യൂണിയൻ വൈസ് ചെയർമാൻ എന്നീ നിലയിൽ പ്രവർത്തിക്കുന്നു. 2010-ൽ ആദ്യമായി സംവിധാനം ചെയ്ത ഹാബിറ്റ് എന്ന ഷോർട്ട് ഫിലിം തീന്മേശയിലെ നമ്മുടെ തെറ്റായ ശീലങ്ങളെ ആക്ഷേപഹാസ്യ രൂപേണ ചിത്രീകരിച്ചിരുന്നു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഹാബിറ്റ് മത്സര വിഭാഗത്തിൽ തെരഞ്ഞെടുത്തു. ഒപ്പം നിരവധി ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും മികച്ച ചിത്രം, മികച്ച സംവിധായകൻ ഉൾപ്പെടെ നിരവധി അവാർഡുകളും ഇതിന് ലഭിച്ചു. 2011-ൽ സംവിധാനം ചെയ്ത പെൺകുട്ടി എന്ന ഷോർട്ട് ഫിലിം കേരള സംസ്ഥാന സർക്കാരിൻ്റെ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിൽ 2 അവാർഡുകൾ കരസ്ഥമാക്കി. നിരവധി ദേശീയ, അന്തർദേശീയ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നിവയ്ക്കുൾപ്പെടെ 18ഓളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 2022-ൽ നിർമ്മാണം, തിരക്കഥ, സംവിധാനം എന്നിവ നിർവഹിച്ച ഷോർട്ട് ഫിലിം സമ്മതത്തിന് സത്യജിത് റേ ഫിലിം സൊസൈറ്റി ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി 20ഓളം ഫെസ്റ്റിവലിൽ നിന്നും 28 അവാർഡുകൾ ലഭിച്ചു. ഇതിൽ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, തിരക്കഥാകൃത്ത്, നടൻ, നടി, സഹനടി, ബാലതാരം, സംഗീതം, മേക്കപ്പ് എന്നിവയ്ക്കുള്ള അവാർഡുകളും ഉൾപ്പെടുന്നു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അനിൽ P. ജോർജ്, ചുനക്കര ചാരുമൂട് സ്വദേശി, മാധ്യമപ്രവർത്തകൻ. സ്കൂൾ, കോളേജ് ജീവിതകാലത്ത് സജീവമായി പൊതുപ്രവർത്തന രംഗത്ത് നിന്നുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന പല അഴിമതികൾക്കെതിരെ പോരാട്ടം നടത്തി. അതിനുവേണ്ടി മാധ്യമ മേഖല തിരഞ്ഞെടുത്തു. തുടക്കത്തിൽ ദീപിക, രാഷ്ട്രദീപിക പത്രത്തിൻ്റെ മാവേലിക്കര താലൂക്ക് റിപ്പോർട്ടറായി. 10 പഞ്ചായത്തും 1 നഗരസഭയും ഉൾപ്പെടുന്നതായിരുന്നു പ്രവർത്തന പരിധി. 10 വർഷക്കാലം ഇവിടെ ജോലി നോക്കി. തുടർന്ന് മലയാള മനോരമയുടെ റിപ്പോർട്ടറായി. പ്രവർത്തന മേഖലയിൽ ഇതുവരെ കണ്ടെത്തിയതും പ്രസിദ്ധീകരിച്ചതുമായ നിരവധി വാർത്തകൾക്ക് ദേശീയ, സംസ്ഥാന തലങ്ങളിൽ ശ്രദ്ധ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി 2009-ലെ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പത്തനാപുരം ഗാന്ധിഭവൻ സംസ്ഥാന തലത്തിൽ ഏർപ്പെടുത്തിയ പ്രഥമ ജനസുരക്ഷാ മാധ്യമ അവാർഡ് ലഭിച്ചു. സമൂഹ നന്മ ലക്ഷ്യം വെച്ചുള്ള വാർത്തകൾക്ക് പ്രാദേശിക പ്രവർത്തനം ഇന്നേവരെ ലഭിച്ചിട്ടില്ലാത്ത അംഗീകാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. മികച്ച മാധ്യമ പ്രവർത്തകനുള്ള 5 സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ജില്ലയിലെ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള 5 അവാർഡുകളും 10ഓളം പ്രാദേശിക പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ, മറ്റപ്പള്ളി മല ഇടിച്ച് ഉണ്ടാകുന്ന മണ്ണൊലിപ്പ്, കരിങ്ങാലി പെരുവേലിച്ചാൽ പുഞ്ചയിലെ കർഷകരുടെ ദുരിതങ്ങൾ, കാട്ടുപന്നികളിൽ നിന്നും കർഷകർക്കുണ്ടാകുന്ന ദുരിതങ്ങൾ തുടങ്ങിയ വാർത്തകളിലെ മികവുകൾ കണ്ടെത്തിയാണ് അവാർഡ് ലഭിച്ചത്. ചുനക്കര പഞ്ചായത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി, SNDP യോഗം തുടങ്ങിയവയുടെ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. കർണാടക സംഗീതജ്ഞനായ വെങ്കടേശ്വര ദക്ഷിണാമൂർത്തിയുടെ പേരിലുള്ള പ്രഥമ ഇന്റർനാഷണൽ അവാർഡ് ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. മാധ്യമ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ കലാഗ്രാമം സിറാജുദ്ദീൻ പി. കോഴിക്കോട് വടകര സ്വദേശി. കേരളത്തിൽ ആദ്യമായി പെരണി നൃത്തം അവതരിപ്പിച്ച വ്യക്തിയാണ്. ഇത് ദേവദാസികൾ അവതരിപ്പിച്ചു വരുന്ന പുരാതന ദക്ഷിണേന്ത്യൻ നൃത്തരൂപമാണ്. വടകര കോഴിക്കോട് ഭരതകലാക്ഷേത്ര ഡയറക്ടറാണ്. ഇവിടെ 400-ലധികം കുട്ടികളെ പലവിധത്തിലുള്ള ശാസ്ത്രീയ നൃത്തങ്ങൾ പഠിപ്പിച്ചു വരുന്നു. JC ഡാനിയൽ പുരസ്കാരം, ഡൽഹി ജസ്റ്റിസ് ബെസ്റ്റ് ടീച്ചർ അവാർഡ്, നൃത്താചാര്യ പുരസ്കാരം, തെലുങ്കാന യാദാദ്രി ദേശീയ യുവ പുരസ്കാരം തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നൃത്തമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ റാണി വാസുദേവൻ, തിരുവനന്തപുരം ആനേറ സ്വദേശി. കൊല്ലം SN വനിതാ കോളേജ്, പുനലൂർ SN കോളേജുകളിലായി 33 വർഷത്തെ സേവനം. സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൽ ലെജിസ്ലേറ്റീവ് ഹിസ്റ്ററി ഓഫ് ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ഇൻ ട്രാവൻകൂർ ഇൻ റിലേഷൻ ടു സോഷ്യോ ഇക്കണോമിക് റവല്യൂഷൻ ഇൻ സൗത്ത് എന്ന പ്രബന്ധം അവതരിപ്പിച്ചു. കോളേജ് യൂണിയൻ സ്റ്റാഫ് അഡ്വൈസറായി 2 വർഷവും ആർട്സ് ക്ലബ് അഡ്വൈസറായി 1 വർഷവും പ്രവർത്തിച്ചിട്ടുണ്ട്. സർവീസിലിരിക്കെ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് തിരുവനന്തപുരത്തും ഹൈദരാബാദിലും സംഘടിപ്പിച്ച 20 ദിവസം നീണ്ടുനിന്ന റിഫ്രഷർ കോഴ്സുകളിൽ പങ്കെടുത്തു. സൗത്ത് ഇന്ത്യ ഹിസ്റ്ററി കോൺഗ്രസ് സെമിനാറിലും ഓൾ ഇന്ത്യ ആനുവൽ കോൺഫറൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് സെമിനാറിലും കോഴിക്കോട് വെച്ച് നടന്ന ഏകദിന ICHR ദേശീയ സെമിനാറിലും പങ്കെടുത്തിട്ടുണ്ട്. കേരള സർവകലാശാലയുടെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ ഡിസിഗ്നേഷൻ ഓഫ് മാറ്റർലൈൻഡ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ പ്രൊഡക്ഷൻ റിലേഷൻസ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസ്, വടകര സ്വദേശി, അഭിഭാഷക. 7 വർഷം കോഴിക്കോട് ജില്ലയിലെ അഡീഷണൽ 5ാം കോടതിയിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, 8 വർഷം വടകര ഫാമിലി കൗൺസിലിംഗ് സെന്ററിൽ ലീഗൽ കൗൺസിലർ, 6 വർഷം KSRTCയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മെമ്പർ, 5 വർഷക്കാലം വടകര നഗരസഭ കൗൺസിലർ, 5 വർഷം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, 10 വർഷം വടകര കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ മഹാത്മാ ദേശസേവ ട്രസ്റ്റ് ബോർഡ് അംഗം, കനവ് റെസിഡൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, ഒയിസ്ക വുമൺ ഫോറം, തുടി കടത്തനാട് എന്നിവയുടെ ഭാരവാഹിയായും ഹരിതാമൃതം കൺവീനറായും പ്രവർത്തിച്ചു വരുന്നു. പൊതുപ്രവർത്തക എന്ന നിലയിൽ കാഴ്ചവെച്ചുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഉണ്ണികൃഷ്ണൻ, കോഴിക്കോട് വടകര സ്വദേശി. ജീവിതത്തിൽ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന വിഭാഗമാണ് പ്രവാസികൾ എന്ന കാഴ്ചപ്പാടോടെയാണ് ഇദ്ദേഹം യോഗ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവരുടെ മാനസിക സന്തുലിത അവസ്ഥ, സ്വയം അന്വേഷണം, മനഃശക്തി, വഴക്കം എന്നിവ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരുന്നു ഇദ്ദേഹത്തിൻ്റെ യോഗാഭ്യാസം. അവബോധം, ശ്വസന നിയന്ത്രണം, മനസ്സമാധാനം, ആന്തരിക സമാധാനം എന്നിവ വളർത്തിയെടുക്കുന്നതിന് പ്രധാന പ്രാധാന്യം നൽകി വരുന്നു. ശ്രീ പരമഹംസ പരിവ്രാജിക സ്വാമി സദാനന്ദ സരസ്വതിയാണ് യോഗഗുരു. ഒമാൻ സുൽത്താനേറ്റിലെ മസ്കറ്റിലുള്ള ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷനിലാണ് യോഗ ക്ലാസുകൾ നടത്തിയിരുന്നത്. 38 വർഷമായി ഒമാൻ സുൽത്താനേറ്റിൽ യോഗ പഠിപ്പിച്ചു. ഒമാൻ, ഷാപുർജി, അൽ അൻസാരി തുടങ്ങിയ കമ്പനികളിൽ ക്ലാസുകൾ നടത്തിയിട്ടുണ്ട്. ഗ്രൂപ്പുകൾക്കായി ക്ലാസുകൾ, സ്വകാര്യ 1-to-1 സെഷനുകൾ, കോർപ്പറേറ്റ് യോഗ വർക്ക്ഷോപ്പുകൾ, ഓൺലൈൻ യോഗ, ധ്യാന സെഷനുകൾ എന്നിവയും നടത്തുന്നുണ്ട്. കോവിഡിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി നിലവിൽ ഓൺലൈൻ യോഗ, ധ്യാന സെഷനുകൾ നടത്തി വരുന്നു. യോഗ പരിശീലകൻ എന്ന നിലയിലാണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അനിത വർമ്മ, തൃശൂർ കൈനൂർ സ്വദേശി, ചിത്രകലാ അധ്യാപിക, കവയിത്രി, ഗാനരചയിതാവ്, സംഗീത സംവിധായിക. ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട്. മയിൽപ്പീലിയും വളപ്പൊട്ടുകളും എന്ന കവിതാ സമാഹാരത്തിന് സർഗ പുരസ്കാരം, KK രാജ പുരസ്കാരം, MK കൃഷ്ണകർത്ത പുരസ്കാരം, മഹാകവി P കുഞ്ഞിരാമൻ നായർ സംസ്ഥാന പുരസ്കാരം, മുംബൈ ട്രോംബെ മലയാളി സമാജത്തിൻ്റെ പ്രഥമ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെ നിരവധി ഗാനങ്ങൾ രചിക്കുകയും സംഗീത സംവിധാനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ MD രാജേന്ദ്രൻ സംഗീതം നൽകിയ സ്വന്തം മാധവിക്കുട്ടിക്ക് എന്ന ആൽബത്തിലെ ഗാനങ്ങൾ രചിച്ചു. മഴവിൽ ദുബായ് പുറത്തിറക്കിയ ഒറ്റ തലോടലിൽ ഇത്തിരി നേരം എന്ന ആൽബത്തിലെ ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. ചിത്രകലയിൽ അക്രിലിക്, മ്യൂറൽ എന്നിവയിൽ ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഇതിൽ അനന്തശയനം മ്യൂറൽ ചിത്രം ധാരാളം പ്രശംസ നേടിയ ഒന്നാണ്.
ചിത്രകലയ്ക്ക് കലാശ്രേഷ്ഠ പുരസ്കാരം, കലാനികേതൻ ചൈൽഡ് ആർട്ട് പുരസ്കാരം, കലാഗൗരവം പുരസ്കാരം, കലാഭാരതി പൂനെ നൽകിയ ബെസ്റ്റ് ഡ്രോയിങ് ടീച്ചർ അവാർഡ് തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ധാരാളം ശില്പശാലകളും ക്യാമ്പുകളും കുട്ടികൾക്ക് വേണ്ടി നടത്താറുണ്ട്. അമല പബ്ലിക് സ്കൂൾ തൃശ്ശൂർ, സെൻറ്റ് തെരേസാസ്, സെൻറ്റ് സെബാസ്റ്റ്യൻ തുടങ്ങിയ സ്കൂളുകളിൽ 30 വർഷം ചിത്രകല അധ്യാപികയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ചിത്രകലാ രംഗത്തെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഹസീം ഹുസൈൻ, ആലപ്പുഴ മുതുകുളം സ്വദേശി, ബ്ലഡ് ഡൊണേഷൻ, റെസ്ക്യൂ, ചാരിറ്റി, പാലിയേറ്റീവ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. കേരളത്തിലെ ഗ്രാമങ്ങൾ, നഗരങ്ങൾ, വനവാസ മേഖലകൾ എന്നിവിടങ്ങളിലാണ് സേവനങ്ങൾ നടത്തുന്നത്. 7ഓളം രാജ്യങ്ങളിൽ രക്തദാന മേഖലയിൽ നിറസാന്നിധ്യമായ ജനകീയ രക്തദാന സേനയുടെ മുൻ വൈസ് പ്രസിഡന്റാണ്. നിലവിൽ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. 58 തവണ സ്വന്തമായി രക്തദാനം ചെയ്തിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്ക സമയത്ത് മാവേലിക്കര, ഹരിപ്പാട്, കായംകുളം മേഖലകളിൽ റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. റോഡ് അപകടങ്ങളിൽപ്പെട്ട റോഡിൽ ആരും എടുക്കാതെ ചോര വാർന്നു കിടക്കുന്ന പല ജീവനുകളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച സോഷ്യൽ വർക്കർക്കുള്ള യോദ്ധാ പുരസ്കാരം, കർമ്മശ്രേഷ്ഠ പുരസ്കാരം, നവജ്യോതി പുരസ്കാരം, മണിനാഥ സ്നേഹാദര പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ഇടമൺ റെജി, കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ ഇടമൺ എന്ന സ്ഥലത്ത് ഒരു 12 കാലമായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരികയാണ്. തെരുവിൽ കിടക്കുന്ന ആരോരുമില്ലാത്തവരെ കേരളത്തിലെ വിവിധ അനാഥാലയങ്ങളിൽ എത്തിച്ചു വരുന്നു. ക്യാൻസർ ബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്കായി RCCയിലും മറ്റ് ഹോസ്പിറ്റലിലും എത്തിക്കുന്നു. അമ്മ വീട് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ കരുനാഗപ്പള്ളിയിൽ ഒരു അഭയകേന്ദ്രം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ചാരിറ്റി മേഖലയിൽ സജീവമായി നിൽക്കുന്നതിനാൽ 2020 മുതൽ ചെന്നൈ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകിയുണ്ടായി. കൂടാതെ പ്രേംദേശ് പുരസ്കാരം, 2020 കേരള സർക്കാരിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉള്ള പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരോരും ഇല്ലാത്ത 30ഓളം അമ്മമാരെ നോക്കി വരുന്നു. നിലവിൽ വയോജന മിത്രം ആശ്വാസ ഭവൻ, അമ്മ വീട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചു വരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ D. ജയചന്ദ്രൻ, മൺട്രോത്തുരുത്തിൻ്റെയും കല്ലടയാറിൻ്റെയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വീക്ഷണം പത്രത്തിൽ വന്ന ലേഖനം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. 2 വർഷം മുമ്പ് മൺട്രോത്തുരുത്തിലെ 10 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള വിവിധ കലാസാഹിത്യ പ്രതിഭകളെ ചേർത്ത് രൂപീകരിച്ച സർഗദ്വീപ് എന്ന സാംസ്കാരിക കൂട്ടായ്മ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു. 3 കവികളുടെ കവിതാ സമാഹാരങ്ങൾ സ്വർഗദ്വീപിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രകാശനം ചെയ്തിട്ടുണ്ട്. സർഗദ്വീപിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കലാ കായിക മേളകളിൽ സംസ്ഥാന ജില്ലാതല ജേതാക്കളായ മൺട്രോത്തുരുത്തിലെ 30ഓളം കുട്ടികളെ ആദരിച്ചു. കഴിഞ്ഞ 28ാം ഓണനാളിൽ കല്ലട ജലോത്സവത്തോടനുബന്ധിച്ച് സർഗോത്സവ തോണി എന്ന പേരിൽ ഒരു സ്മരണിക സർഗദ്വീപിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിച്ചു. മൺട്രോത്തുരുത്തിലെ സംസ്ഥാനത്തിൽ വിവിധ ഔദ്യോഗിക പദവികളിൽ ഇരുന്നവർ തൊട്ട് 10 വയസ്സുകാരും മുകളിലോട്ടുള്ള മുതിർന്ന എഴുത്തുകാരും കവികളും ചിത്രരചയിതാക്കളും ഒക്കെ ഇതിൽ അവരുടെ രചനകൾ നൽകി പങ്കെടുത്തു. തിരുവനന്തപുരത്ത് ആതുരപ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ശ്രീചിത്ര, RCC, മെഡിക്കൽ കോളേജ്, SAT, മറ്റ് ആതുരാലയങ്ങളിലൊക്കെ നാട്ടിൽ നിന്നും ചികിത്സയ്ക്കെത്തുന്ന നിർധനരായ രോഗികൾക്ക് കഴിയുന്ന സഹായം എത്തിച്ചു കൊടുക്കുന്നു. നിർധനരായ 3 പേരുടെ മൃതദേഹം സ്വന്തമായി നേരിട്ട് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തു. മെഡിക്കൽ കോളേജ് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൈത്രി ക്യാൻസർ കെയർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ധാരാളം ആതുര പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി പ്രവർത്തിക്കുന്നു. RCCയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാരെ കൊണ്ടുവന്ന മൺട്രോത്തുരുത്ത് ഗുരുകുലം സ്കൂളിൽ വെച്ച് ക്യാൻസർ പരിശോധനാ ക്യാമ്പ് നടത്തുന്നുണ്ട്. നിലവിൽ സർഗദ്വീപിലെ പ്രവർത്തനവും വൈസ്മെൻ ക്ലബിലെ അംഗമായി ചേർന്ന് ചാരിറ്റി പ്രവർത്തനങ്ങളിലും പങ്കെടുത്തു വരുന്നു. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകിയാതിരിക്കുന്ന. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ KK സുരേഷ്, കോട്ടയം കിടങ്ങൂർ സ്വദേശി, കവി, കഥാകൃത്ത്, നാടകകൃത്ത്. സുരേഷ് കിടങ്ങൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. മരണഭയം, ഒഴിയാത്ത പ്രണയം, കറുത്ത ചെല്ലമ്മ, പിതൃലോകത്തെ നിലാവ്, ചത്തുപോയ അച്ഛൻ, ശാലിനി, ആ സ്ത്രീ മീനാക്ഷി തുടങ്ങി ധാരാളം കഥകളും കവിതകളും നവമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിലവിൽ പുത്തുമണം എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാൻ പോകുന്നു. ഉള്ളത് പറയാം, ദേശസ്നേഹി, www.അമ്മായിമ്മ.com, ഇങ്ങനെയും ഒരു കുഞ്ഞന്നമ്മ, ഓർക്കാപ്പുറങ്ങൾ തുടങ്ങി നിരവധി
തുടങ്ങിയ നാടകങ്ങളും നിരവധി ഏകാന്ത നാടകങ്ങളും ലഹരിക്കെതിരെ തെരുവ് നാടകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശ്വദേവൻ പുരസ്കാരം, പി.കെ. വാസുദേവൻ നായർ പുരസ്കാരം, കാരൂർ നീലകണ്ഠപിള്ള പുരസ്കാരം, മാധവ് മുരളി പുരസ്കാരം, 2025 സാഹിത്യ പുരസ്കാരം തുടങ്ങിയ ആദരവുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി രജനി കാക്കശ്ശേരി, തൃശൂർ കാക്കശ്ശേരി സ്വദേശി, ചിത്രരചന, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ, ക്രയോൺ, ഗ്ലാസ് പെയിൻറ്റിംഗ് എന്നിവയിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. വിവിധ മോഡലുകളിൽ 100 കണക്കിന് ഗ്രീറ്റിംഗ് കാർഡുകൾ ഇതിനോടകം വരച്ചിട്ടുണ്ട്. കരകൗശല വേലകളും ചെയ്യാറുണ്ട്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേൾവി നഷ്ടപ്പെട്ടു. എന്നാലും നിരാശയാകാതെ സ്വന്തം നിലയിൽ സ്വയം പരിശ്രമിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. തുടർന്ന് നികുതി വകുപ്പിൽ LD ക്ലർക്കായി ജോലി ലഭിച്ചു. പ്രൊമോഷൻ കിടക്കണമെന്ന ചിന്തയിൽ കഠിന ശ്രമം നടത്തുകയും പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്തു. 100 കണക്കിന് കവിതകൾ എഴുതിയിട്ടുണ്ട്. 40 കവിതകൾ ചേർത്ത കേൾക്കാത്ത ധ്വനി എന്ന പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്. കടപ്പുറം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കവിതാ ക്യാമ്പ് പുരസ്കാരം, സ്തുത്യർഹമായ സേവനത്തിനും കലാപരമായ കഴിവുകൾക്കും ഗവൺമെൻറ് സർവീസിലെ ഭിന്നശേഷി ഉദ്യോഗസ്ഥർക്കുള്ള സംസ്ഥാന അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. സ്വതന്ത്ര കലാ പരിഷത്ത് ലൈബ്രറി അവാർഡ്, ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ അവാർഡ്, തിരുവനന്തപുരം തെളിനീർ ട്രസ്റ്റ് സംസ്ഥാനതല പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 13 വർഷമായി വിവരാവകാശ സെഷനാണ് കൈകാര്യം ചെയ്തു വരുന്നത്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശ്രീനിവാസൻ കോവാത്ത്, പുതുക്കാട് സ്വദേശി, സാമൂഹ്യ പ്രവർത്തകൻ, കവി, കഥാകൃത്ത്, നോവലിസ്റ്റ്, പാരമ്പര്യ കളരി, മർമ്മ, ബോൺ അലൈൻമെൻറ്റ് തെറാപ്പിസ്റ്റ്, ആർത്രൈറ്റിസ് പാരമ്പര്യ അസ്ഥി ചികിത്സ എന്നിവയിൽ പ്രാവീണ്യം. ധാരാളം കവിതകളും ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം നോവലുകളും എഴുതിയിട്ടുണ്ട്. ധാരാളം അവാർഡുകളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഉണ്ണായി വാര്യർ സ്മാരക സമിതി ഗുരുവായൂർ, മലയാള മനോരമ ബാലജന സഖ്യം എന്നിങ്ങനെ വിവിധ സംഘടനകളിൽ സജീവ പ്രവർത്തകനായി വരുന്നു. ബംഗളൂരു മലയാളം അസോസിയേഷൻ ഉണ്ണായി വാര്യർ സ്മാരക കാവ്യ സദസ് ഏർപ്പെടുത്തിയ കാവ്യഭൂഷണം അവാർഡ് മണിമാല എന്ന കവിതാ സമാഹാരത്തിന് ഇദ്ദേഹത്തിന് ലഭിച്ചു. സ്വാമി വിവേകാനന്ദ സാഹിത്യശ്രീ ഫെലോഷിപ്പ്, നാഷണൽ കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫൗണ്ടേഷൻ അവാർഡ്, മുട്ടത്ത് വർക്കി സ്റ്റേറ്റ് ഫെലോഷിപ്പ്, മൺസൂൺ പബ്ലിക്കേഷൻ പുരസ്കാരം എന്നിവ അത്തിമരത്തിലെ നത്ത് എന്ന ചെറുകഥാ സമാഹാരത്തിന് ലഭിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠം ജി ശങ്കരക്കുറുപ്പ് സ്മാരകത്തിൻ്റെ പേരിൽ സമശ്രീ വിഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരം അകാലങ്ങളിൽ എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു. ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ ഏർപ്പെടുത്തിയ വൈദ്യപ്രതിഭ പുരസ്കാരം കൂടാതെ സ്കൂൾ ലൈബ്രറികൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയിൽ നിന്ന് ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ VK സുരേഷ് ബാബു, ഇടുക്കി പള്ളിക്കവല സ്വദേശി, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ, കവി. 30 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നു. മുല്ലപ്പെരിയാർ അതിജീവന ഗാനം മ്യൂസിക് ആൽബം നിർമ്മാതാവാണ്. ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട്. കാഞ്ചിയാർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ്, വിശ്വ കലാസാഹിത്യ മണ്ഡലം മുൻ സെക്രട്ടറി, നരിയമ്പാറ പുതിയ ദേവീക്ഷേത്രം ദേവസ്വം സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. പ്രണയിനിക്കായി എന്ന കവിതയ്ക്കും ജനിമൃതി എന്ന കവിതയ്ക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സ്നേഹതീരൻ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ മികച്ച സാംസ്കാരിക പ്രവർത്തകനുള്ള അംഗീകാരം, പൊതു സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രവർത്തനത്തിലുള്ള ഫിലമെന്റ് പ്രതിഭാ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ആകാശവാണി ദേവികുളം നിലയത്തിലെ ആവണി, പൂത്താലം, കവിയരങ്ങ് എന്നീ പരിപാടികൾ ക്ഷണിതാവായിരുന്നു. സാമൂഹ്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സാബ് മുകുന്ദപുരം, ചവറ മുകുന്ദപുരം സ്വദേശി, ചിത്രകലാരംഗത്ത് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കവിയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമാണ്. നിരവധി ആനുകാലികങ്ങളിൽ ധാരാളം രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 3 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചു. ശ്രേഷ്ഠഭാഷ മലയാളം സംസ്ഥാനതല അവാർഡ്, സഹയാത്രിക പുരസ്കാരം, TK കുട്ടൻ സ്മാരക ട്രസ്റ്റ് കലാപ്രതിഭ പുരസ്കാരം, കാവ്യതരംഗിണി ചവറ സ്നേഹാദ്രവ്, വേൾഡ് ഫോറം ഫിലിം ഫ്രട്ടേണിറ്റി യോദ്ധ പുരസ്കാരം എന്നിങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീമതി ഷീജ ശിവദാസ്, കണ്ണൂർ തലശ്ശേരി സ്വദേശി നർത്തകി. ന്യൂമാഹി മലയാള കലാഗ്രാമം ഏർപ്പെടുത്തിയ മെറിറ്റ് സ്കോളർഷിപ്പോടുകൂടിയാണ് നൃത്തത്തിൽ ഉപരിപഠനം നടത്തിയത്. 2002 ജർമ്മനിയിൽ വെച്ച് നടത്തിയ ഹെർമൻ ഹെസ്സെ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് കാൾ, മെൽബൺ, സ്റ്റ്യൂട്ട്ഗാർട്ട് എന്നിങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു. ഇന്ത്യയിലെ തന്നെ അതിപ്രശസ്തമായ കൊണാർക്ക് ഡാൻസ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. ചെന്നൈ കലാക്ഷേത്ര സംഘടിപ്പിച്ച സ്വാനുഭാവ എന്ന നൃത്തോത്സവത്തിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ മധുരൈ ഡാൻസ് ഫെസ്റ്റിവലിലും പങ്കെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ശ്രദ്ധേയമായ രീതിയിൽ കുച്ചിപ്പുടി കച്ചേരി ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ സോങ് ആൻഡ് ഡ്രാമ ഡിവിഷന്റെ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ നൃത്തവും അഭിനയവും കാഴ്ചവെച്ചു. മഹാകവി കുമാരനാശാന്റെ ചണ്ടാലഭിഷേകി എന്ന ഖണ്ഡകാവ്യത്തിന് നൃത്താവിഷ്കരണം ചെയ്ത് ചണ്ടാലിയായി വേദിയിലെത്തി. കേരള സർക്കാരിന്റെ ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി വടക്കൻ പാട്ടിലെ ആറ്റുമണമേൽ ഉണ്ണിയാർച്ചയെ രംഗാവിഷ്കരണം ചെയ്തു. കണ്ണൂർ ആകാശവാണിയുടെ ആഭിമുഖ്യത്തിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. എം മുകുന്ദന്റെ അതിപ്രശസ്തമായ മയ്യഴിപ്പുഴ തീരങ്ങളിൽ എന്ന നോവലിനെ ആസ്പദമാക്കി നൃത്തശില്പം ചിട്ടപ്പെടുത്തി കേന്ദ്ര കഥാപാത്രമായി ചന്ദ്രികയായി രംഗത്ത് നിറസാന്നിധ്യമായി വന്നിട്ടുണ്ട്. 16 വർഷക്കാലം മലയാള കലാഗ്രാമത്തിന്റെ മുഖ്യ പരിശീലകയായിരുന്നു. തില്ലാന നൃത്ത വിദ്യാലയത്തിന്റെ ഡയറക്ടറായി ഫ്രീലാൻസായി സംസ്ഥാനത്തകത്തും പുറത്തും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജ്യോതി കൃഷ്ണൻ, കൊല്ലം മരുത്തടി സ്വദേശി, കവയത്രി, കഥാകൃത്ത്, ചാരിറ്റി പ്രവർത്തക. 8ഓളം പുസ്തകങ്ങളിലും 2 മാഗസിനുകളിലും രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏകദേശം 58 അന്തേവാസികളുള്ള സ്നേഹനിലയം അനാഥാലയത്തിൽ ആഹാരത്തിനുള്ള വക എല്ലാ മാസവും നൽകി വരുന്നു. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് മധുരം നൽകി വരുന്നു. സുഗതകുമാരി സ്മാരക കാവ്യശ്രേഷ്ഠ പുരസ്കാരം, കേരള കലാസാഹിത്യ സാംസ്കാരിക സമിതി സ്നേഹവീട് കൊല്ലത്തിന്റെ പ്രതിഭാ പുരസ്കാരം, ചെറുകഥാ പുരസ്കാരം, അങ്ങനെ ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ സൃഷ്ടിപഥം തിരുവനന്തപുരം ജില്ലാ യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ്, കൊല്ലം സഹയാത്രികയുടെ പ്രസിഡന്റ്, കൊല്ലം തപസ്യയുടെ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ശ്യാംകുമാർ, തിരുവനന്തപുരം ഉഴമലക്കൽ സ്വദേശി. കുട്ടിക്കാലം മുതൽ സാഹിത്യം ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യ ചെറുകഥ ശീതക്കാറ്റ്. നിരവധി നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്ത് സമ്മാനം നേടിയിട്ടുണ്ട്. മരപ്പണിക്കാരനാണ് ഇദ്ദേഹം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്നു. 25ഓളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ പലതും പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ജന്മഗോത്രത്തിലെ കാഴ്ചകൾ എന്ന ചെറുകഥാ സമാഹാരം ഡിസംബറിൽ പ്രകാശനത്തിന് തയ്യാറെടുക്കുകയാണ്. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഉമൈഫ CC, വളാഞ്ചേരി സ്വദേശിനി, സൈക്കോളജിക്കൽ കൗൺസിലറാണ്. മനുഷ്യരുടെയും മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളെ മനസ്സിലാക്കി അവരെ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുന്നതിലാണ് പ്രവർത്തിച്ചു വരുന്നത്. കൗൺസിലിങ്ങിലൂടെ അനേകം ആളുകൾക്ക് പുതിയ ജീവിത കാഴ്ചപ്പാടുകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിന്. സാമൂഹിക വ്യാവസായിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ ഉമൈഫ ഹൈടെക് ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറായി മികച്ച നേതൃത്വവും ദൃഢമായ മാനേജ്മെന്റ് കഴിവും തെളിയിച്ചു വരുന്നു. സൈക്കോളജിക്കൽ കൗൺസിലർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഹസീന A, തൃപ്രക്കോട് സ്വദേശിനിയായ ഹസീന മനഃശാസ്ത്രത്തെയും സാമൂഹ്യ സേവനത്തെയും ജീവിത ലക്ഷ്യമാക്കി മുന്നേറുന്നു. സൈക്കോളജി കൗൺസിലറായി നിരവധി പേരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും മാനസിക ശാന്തിയും പകർന്നതിലൂടെ ശ്രദ്ധേയായി. മനുഷ്യ മനസ്സിന്റെ ഗൗരവമുള്ള അവബോധം ഉപയോഗിച്ച് വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സഹായിക്കുകയാണ് ചെയ്തു വരുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രശസ്ത അക്കാദമിയിൽ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരുന്നു. പിന്നോക്ക വിഭാഗങ്ങൾക്കായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. സൈക്കോളജി മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഉപഹാരം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ മുഹമ്മദ് ഷാനിൽ ബാബു, മലപ്പുറം തൃത്തപ്പാറൽ സ്വദേശി. മാജിക്, മെന്റലിസം, ഹിപ്നോട്ടിസം എന്നിവയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. പ്രേക്ഷകരുടെ മനസ്സിൽ അത്ഭുതവും ചിന്തയും ഒരുമിച്ച് വിതയ്ക്കുന്ന ഒരു പ്രൊഫഷണൽ മെന്റലിസ്റ്റായിട്ടും അറിയപ്പെടുന്നു. ഹിപ്നോട്ടിസത്തിന്റെ മനഃശാസ്ത്രപരമായ ഭാഗങ്ങൾ പഠിച്ച് അത് കൗൺസിലിംഗിലേക്കും ചേർത്തുകൊണ്ട് പോകുന്നു. സൈക്കോളജി കൗൺസിലർ എന്ന നിലയിൽ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് മനഃശാന്തിയും ആത്മവിശ്വാസവും പകരുന്ന സേവനങ്ങളാണ് നൽകി വരുന്നത്.
അധ്യാപകനായി നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകി വരുന്നു. കലയുടെ പിന്നിൽ മനഃശാസ്ത്രം ചേർത്ത് മനുഷ്യ മനസ്സിൻ്റെ അത്ഭുതങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തു വരുന്നത്. മെൻ്റലിസ്റ്റ് എന്ന നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഷബീനാസ് NP. ശ്രീമതി ഷബീനാസ് NP മലപ്പുറം അരിയല്ലൂർ സ്വദേശിനിയാണ്. സൈക്കോളജിക്കൽ കൗൺസിലറാണ്. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും സമർപ്പിതമായി പ്രവർത്തിച്ചു വരുന്നു. കോഴിക്കോട് ഹൈഫ് അക്കാഡമിയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി നിരവധി പദ്ധതികൾ വിജയകരമായി ഏകോപിച്ചു വരുന്നു. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന സോഷ്യൽ വർക്കറായും അറിയപ്പെടുന്നു. മനുഷ്യ മനസ്സുകളെ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൽ പ്രത്യേകമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത്. സാമൂഹ്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഫസ്ന ഷെറിൻ KK മലപ്പുറം ജില്ലയിലെ താനൂർ സ്വദേശി. വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് സജീവമാണ്. ഹൈഫ് അക്കാദമിയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി നിരവധി വിദ്യാർത്ഥി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏകോപിച്ചു വരുന്നു. സമൂഹത്തിലെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയും അത് മാറ്റത്തിനായുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കറാണ്. ഒരു സൈക്കോളജി കൗൺസിലർ കൂടിയാണ്. സാമൂഹ്യ പ്രവർത്തന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ പ്രശാന്ത് ON തൃശ്ശൂർ ജില്ലയിലെ കുറിച്ചിക്കര സ്വദേശി. ഇദ്ദേഹം മെൻ്റലിസ്റ്റും ഹിപ്നോട്ടിസ്റ്റുമാണ്. മനസ്സിൻ്റെ അത്ഭുത ശേഷിയും അവബോധനത്തിൻ്റെ ശക്തിയും തൻ്റെ പ്രകടനങ്ങളിലൂടെ പ്രേക്ഷകർക്ക് അനുഭവമാക്കുന്ന മനോവിജ്ഞാനവും വിനോദവും ചേർന്നുള്ള മനോഹര ലോകമാണ് ഇദ്ദേഹം സൃഷ്ടിക്കുന്നത്. സജീവ സോഷ്യൽ വർക്കറാണ്. കൗൺസിലർ എന്ന നിലയിൽ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഷാബി നൌഷാദ് വെൺകര സ്വദേശി. എഴുത്തും ഗവേഷണവും തൻ്റെ ജീവിതമാർഗമാക്കിയ ഒരു പ്രൊഫഷണൽ റൈറ്ററാണ്. സാഹിത്യത്തോടുള്ള അടുപ്പവും പഠനത്തോടുള്ള അഗാധമായ കൗതുകവും കാരണം ലിറ്ററേച്ചറിൽ ഡോക്ടറേറ്റ് നേടി. വാക്കുകൾക്ക് ജീവൻ നൽകുകയും ചിന്തകളിലൂടെ സമൂഹത്തെ പ്രബോധിക്കുകയും ചെയ്യുന്ന എഴുത്തുകളാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. വേൾഡ് മെൻ്റൽ ഹെൽത്ത് റിസർച്ച് ഓർഗനൈസേഷൻ്റെ കോർഡിനേറ്ററാണ്. മാനസികാരോഗ്യ ബോധവൽക്കരണത്തിനും സാമൂഹ്യക്ഷേമത്തിനും അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചു വരുന്നു. അനേകം ഗവേഷണങ്ങളും സാമൂഹ്യ പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി റഷീദ ഷെറിൻ തൃശ്ശൂർ ജില്ലയിലെ പന്നിത്തടം സ്വദേശി ആണ്. മനഃശാസ്ത്രത്തിൻ്റെ ലോകത്ത് അഭിമാനകരമായ സ്ഥാനം നേടിയ വ്യക്തിയാണ്. സൈക്കോളജി കൗൺസിലർ മാത്രമല്ല, തെറാപ്പിസ്റ്റ് കൂടിയാണ്. മനുഷ്യരുടെ മാനസിക ആരോഗ്യവും ആത്മവിശ്വാസവും വളർത്തുന്നതിനായുള്ള വിവിധ സേവനങ്ങൾ നടത്തിവരുന്നു. സാമൂഹ്യ സേവന മേഖലയിലും ധാരാളം സംഭാവനകൾ നടത്തുന്ന വ്യക്തിയാണ്. സൈക്കോളജി കൗൺസിലർ എന്ന നിലയിലുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അനസ് മുഹമ്മദ് മലപ്പുറം പെരിയമ്പലം സ്വദേശി. പ്രഗത്ഭ സൈക്കോളജിസ്റ്റാണ്. മെൻ്റലിസ്റ്റും അതുപോലെ ഹിപ്നോട്ടിസ്റ്റും കൂടിയായി പ്രവർത്തിച്ചു വരുന്നു. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ശരിയായ ദിശാബോധം നൽകുന്ന ഒരു സമർപ്പിത കരിയർ ഗൈഡാണ്. കൗൺസിലിങ്ങും പ്രോഗ്രാമുകളും വഴി ധാരാളം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ജീവിതം മാറ്റിമറിച്ച അനുഭവങ്ങൾ സൃഷ്ടിക്കാനായിട്ടുണ്ട്. മനഃശാസ്ത്രത്തെയും മാനവികതയുടെയും ഒപ്പം കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. മെൻ്റലിസ്റ്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.